ഹലോ, ഗുഡ് ഈവനിംഗ്. നിലമ്പൂരിൽ ഇന്ന് സൂപ്പർ സൺഡേ ആണ്. വോട്ടെടുപ്പ് ദിനത്തിന് മുമ്പുള്ള അവസാന അവധി ദിനത്തെ മണ്ഡലത്തിലെ പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കാണാനും ഒരു കൊട്ടിക്കലാശം മട്ടിൽ ശക്തിപ്രകടനത്തിനുള്ള അവസരവുമായി കാണുകയാണ് മുന്നണികൾ. താരപ്രചാരകരെ പങ്കെടുപ്പിച്ച് റോഡ് ഷോയും കൺവെൻഷനും ഒക്കെയായി സൺഡേ പവർ ഡേ ആക്കി മാറ്റുകയാണ് പ്രവർത്തകർ. ഈ മണിക്കൂറിൽ പോലും തോരാത്ത മഴയിലും ചോരാത്ത ആവേശം. വിധി ദിനത്തിന് 4 നാൾ മാത്രം ശേഷിക്കെ നിലമ്പൂരിലെ ഇലക്ഷൻ പൾസ് എന്തെന്ന് പരിശോധിക്കാം. നിലമ്പൂരിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ പരസ്യ പ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിൽ ഇറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തു കാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി പ്രചാരണം നടത്തി. ഇതോടെ 7 പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തി. UDFന് ഏത് മാർഗം ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നാണ് നിലപാട്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആരെയും അകറ്റേണ്ടതില്ല, എല്ലാവരെയും കൂടെ കൂട്ടാമെന്നാണ്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. സ്ഥലം MP കൂടിയായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. ആശാസമരവും ക്ഷേമ പെൻഷനും പരാമർശിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രിയങ്ക ഗാന്ധി പ്രകടിപ്പിച്ചത്. I'm very positive. He will win. I'm very positive about this election. മുൻ ക്രിക്കറ്റ് താരം തൃണമൂൽ കോൺഗ്രസ് MP-യുമായ യൂസഫ് പത്താൻ PV അൻവറിനായും ഇപ്പോൾ റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോ ശക്തി പ്രകടനമാക്കുകയാണ് PV അൻവർ. PV അൻവർ നിലമ്പൂരിന്റെ മാൻ ഓഫ് ദി മാച്ച് ആകുമെന്ന് യൂസഫ് പത്താൻ പറഞ്ഞു. अनवर जी के लिए मुझे बहुत खुशी है कि उन्होंने जो काम किए हैं वो काम की वजह से उनको इतना प्यार यहाँ पर मिल रहा है और ये देख के बहुत अच्छा लग रहा है मुझे. तो नीलमपुर के वर्कर्स है, पार्टी वर्कर्स है, और ये बहुत बड़ी सेना है अनवर जी की और तृणमूल की, जो यहाँ के लोगों के लिए काम करने के लिए रेडी है और उनके लिए खड़े रहने के लिए रेडी है. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ NDA ക്യാമ്പിൽ സജീവമായുണ്ട്. ഇവര് ഫുൾ ടൈം പൂവും പിടിച്ച് പാട്ടും പാടി റീലുണ്ടാക്കി ഞങ്ങൾ യൂത്ത് പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഈ റീലുണ്ടാക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ഒരു അലയൻസ്. ഇതാണ് സത്യം. LDFും പ്രീണരാഷ്ട്രം ചെയ്യുന്നു, PDPന് തലയിൽ കെട്ടി ഇറങ്ങുന്നു. UDFും ജമാഅത്തിൻ്റെ ഒപ്പം പ്രീണരാഷ്ട്രം ചെയ്യുന്നു. അതിൽ എന്ത് വ്യത്യാസം ജനങ്ങൾക്കറിയാം. വിപിൻ C വിജയൻ ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. വിപിൻ, കൊട്ടിക്കലാശത്തിന് മുമ്പേ കൊട്ടിക്കലാശത്തിന് സമാനമായ ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ അവസാന പ്രചാരണ മണിക്കൂറുകളിലെ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെ? നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസവും ആരോപണങ്ങളും എന്തൊക്കെ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സൂപ്പർ സൺഡേയാണ് ഈ കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാ മുന്നണികളും അവരുടെ താരപ്രചാരകരെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു നാട് മൊത്തം ഇളക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇന്ന് നടത്തിയത്. അതിലെടുത്തു പറയേണ്ടത് UDFന് വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തി എന്നുള്ളതാണ്. 2 രാഷ്ട്രീയ യോഗങ്ങളിലാണ് അവർ പങ്കെടുത്തത്. തുടരുക. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു തത്സമയം. നിങ്ങൾ ഇന്ന് വലിയ മഴയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും 3 മണി മുതൽ ഇവിടെ ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ്. First, I want to say a big thank you to you for doing this for us, for waiting here for us. ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന്, ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. I would like to welcome Shri K.C. Venugopal ji, Shri Sunny Joseph ji, Shri V.D. Satishan ji, Shri Ramesh Channitala ji, Shri Abbas Ali Tangal ji, വിപിൻ C വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ തോരാത്ത മഴയിലും ചോരാത്ത ആവേശമാണ്. ആവേശത്തിന്റെ സന്തോഷത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയിടത്തേക്ക് ഏറ്റവും അവസാന മണിക്കൂറുകളിലെ ചർച്ചാ വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെ?
എസ് ഗോകുൽ, മൂത്തേടത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മടങ്ങിയിട്ടുള്ളത്, നിലമ്പൂരിൽ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ മൂത്തേടത്ത് പ്രധാനമായും പറഞ്ഞത് ഒന്ന് വന്യമൃഗശല്യമാണ്. വന്യമൃഗശല്യം, ഒപ്പം തന്നെ ആശാസമരം, ക്ഷേമ പെൻഷൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി നിലനിന്നിരുന്ന എല്ലാ വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇവിടെ പ്രിയങ്ക ഗാന്ധി കാഴ്ചത്. അതിൽ പ്രധാനമായും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും ജീവനോപാധിയും രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടയാക്കരുത് എന്നുള്ളതാണ് അവർ പ്രധാനമായും രാഷ്ട്രീയമായി പറഞ്ഞു വെച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു പ്രധാനമായും പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് ദേശീയ നേതൃത്വത്തെക്കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് കേരള സർക്കാരിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യപ്പെട്ട് ആശാസമരത്തെയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ഇതിനു മുൻപുണ്ടായിരുന്ന വിമർശനങ്ങൾ ആവർത്തിക്കുന്നു പ്രിയങ്ക ഗാന്ധി. ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആര്യാടൻ ഷൗക്കത്തിനെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ തന്റെ ജോലി കൂടി അത് സുഗമമായി നടക്കാൻ ഇടയാക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രവർത്തകർക്കിടയിൽ ഇതൊരു വലിയ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത് UDF ക്യാമ്പിന് ഒരു ഉണർവുണ്ടാക്കിയിരിക്കുന്നു. 65,000 വോട്ടുകൾക്കാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം മാത്രം നിലമ്പൂർ മണ്ഡലത്തിൽ നേടിയത്. അപ്പോൾ അതിന്റെ പകുതിയുടെ പകുതി നേടിയാൽ പോലും അത് വലിയ ഒരു മുൻതൂക്കം ആര്യടൻ ഷൗക്കത്തിന് നൽകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. LDF-നെ സംബന്ധിച്ച് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തുടർന്നു. ജമാഅത്ത് ഇസ്ലാമിയും UDF-ഉമായുള്ള കൂട്ടുകെട്ടിന് നിശ്ചിതമായിട്ടുള്ള വിമർശനമായിരുന്നു അതിൽ മുഖ്യമന്ത്രി നടത്തിയത്. ഇന്ന് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് യൂസഫ് പത്താന്റെ വരവാണ്. യൂസഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് വോട്ട് ചോദിച്ചാണ് എത്തിയത്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെയാണ്, അത് വളരെ ദൂരമുണ്ട്, വഴിക്കടവ് വരെയുള്ള ഒരു റോഡ് ഷോ ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാൻ അതിന് PV അൻവറിന് സാധിച്ചിരിക്കുന്നു. മമതാ ബാനർജിയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും PV അൻവറിനൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യൂസഫ് പത്താൻ പറഞ്ഞു വെക്കുന്നത്. ആ യാത്ര ഇപ്പോൾ എടക്കരയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 8 മണിയോടുകൂടി മാത്രമായിരിക്കും അത് വഴിക്കടവിൽ എത്തിച്ചേരുക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്തൊക്കെ ഇവിടെ മഴയുണ്ട് എന്നുള്ളതാണ്. ഈ മഴയത്താണ് ചോരാത്ത ആവേശവുമായി 3 മുന്നണികളുടെയും പ്രവർത്തകർ സജീവമായി തന്നെ നിൽക്കുന്നത്. NDAക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും എത്തിയിട്ടുണ്ട്. മറ്റന്നാളാണ് കൊട്ടിക്കലാശം എന്നുണ്ടെങ്കിലും അതിന് തൊട്ടു മുൻപ് ആവേശം വിതറിക്കൊണ്ടുള്ള ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ കടന്നു പോകുന്നത്. ഗോകുൽ, തീർച്ചയായും പൂരം വെടിക്കെട്ടിന് മുൻപ് ഒരു സാമ്പിൾ വെടിക്കെട്ടുന്ന പോലെയാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന് മുൻപേ ഒരു സൂപ്പർ സൺഡേ പ്രചാരണത്തിന്റെ ഘോഷമാണ് അവിടെ മുഴങ്ങുന്നത്. ആവനാഴിയിലെ സകല ആയുധങ്ങളും മുഴുവൻ ജനസ്വാധീനമുള്ള നേതാക്കളെയും കളത്തിലിറക്കിയ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ആവേശം ചോരുന്നില്ല നിലമ്പൂരിൽ വിജയം ഉറപ്പെന്ന് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് തന്റെ പോരാട്ടം. ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത്. പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണിതെന്നും PV അൻവർ പറഞ്ഞു. ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇനി ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. കൊടുമ്പിരി കൊണ്ട പ്രചരണം ഇവിടെയുണ്ട്. നമുക്കിപ്പം നിലമ്പൂരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, തൃണമൂൽ പൊന്തലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ PV അൻവർ ചേരുന്നു. ശ്രീ PV അൻവർ, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ജയിക്കും? എന്താ സംശയം? എത്ര വോട്ട് ജയിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 25,000 വോട്ട് പിടിക്കാനായിരുന്നു. അങ്ങനെ സതീശൻ വാതിലടച്ചപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നല്ലോ. ഇതുവരെ നമ്മളതിനില്ല എന്ന നിലക്ക് തന്നെയാണ്. മത്സരിക്കണമെന്ന് എനിക്ക് എല്ലാ ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ രാജിവെക്കുന്ന സമയത്ത് എനിക്ക് പറയാമായിരുന്നു. സാധാരണ അങ്ങനെയാണല്ലോ, ഒരു മുന്നണിയിൽ നിന്ന് മാറി മറ്റേ മുന്നണിയിൽ പോയി മത്സരിക്കും. പിണറായിക്കെതിരെ ജനങ്ങളെ കൂട്ടി പോരാടി ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ VD സതീശനടക്കം എനിക്ക് വേണ്ടി വോട്ട് വയ്ക്കുന്ന സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഞാനത് ഒരു കുടിയേറ്റ കർഷകൻ വരണമെന്ന എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. നമുക്ക് 26-ൽ എവിടെയും മത്സരിക്കാം, ആ കണക്കിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ, പിണറായിസം, മലയോര കർഷകരുടെ വിഷയങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ വിഷയങ്ങൾ, പോലീസ് ഇവിടെ എടുത്ത ചില നിലപാടുകളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം വഴിമുട്ടിച്ച വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഈ നാടിൻ്റെ ജനങ്ങളെ കൃത്യമായി ബാധിക്കുന്നു. അതാണ് ജനം. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസവും ജനവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഞാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ തെരഞ്ഞെടുപ്പിൽ ആ ജനങ്ങളുടെ പ്രതിനിധിയായി മത്സരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവർ എന്നെ കൈവിടില്ല. എന്നോടത്ത് ചെല്ലുന്നിടത്തുനിന്നൊക്കെ പറയുന്നത് നിങ്ങൾ പോയിക്കോ, ഞങ്ങളേറ്റു. അൻവർ 9 വർഷം ഈ നാടിൻ്റെ MLA ആയിരുന്നു. സ്വാഭാവികമായും ഇനി LDF-ഉം UDF-ഉം എന്ത് പറഞ്ഞാലും സ്വാഭാവികമായും അടിത്തട്ടിൽ 9 വർഷത്തെ MLA-ക്ക് അടിത്തട്ടിൽ ചില ബന്ധങ്ങൾ എന്തായാലും ഉണ്ട്. CPM വോട്ടുകൾ എത്ര ഒരു അവകാശവാദമല്ലാതെ റിയലായിട്ട് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ PV അൻവർ? മിനിമം 35 to 40%. രണ്ട് മുന്നണികളിൽ നിന്നും ആവറേജ് 25% to 30% വോട്ട് ചോരും. പിണറായി വിജയൻ മണ്ഡലത്തിൽ നിറയാൻ പോവാണ്. ക്യാമ്പ് ചെയ്ത് സ്വരാജിന് വേണ്ടി പ്രചരണം നടത്താനും പോവാണ്. അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടുത്തെ സഖാക്കൾക്ക് ഇഷ്ടമുണ്ടോ?
ഈ സ്ഥാനാർത്ഥിക്ക് ഇഷ്ടമുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളെന്താ ഇതൊക്കെ കാണാതെ പോകുന്നത്? ഏത് തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാവും. ഒരൊറ്റ ഫോട്ടോ, ഒരു പോസ്റ്റർ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ നിങ്ങൾ ഈ തൃക്കാക്കരയായാലും പാലക്കാടായാലും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുന്നു, മുഖ്യമന്ത്രിയായിരുന്നു ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ഇവിടെ സ്വരാജിൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും വെക്കാൻ ഇലക്ഷൻ കമ്മിറ്റി എന്താ തയ്യാറാവാതിരുന്നത്? അദ്ദേഹം വന്നാൽ വോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പം മലയോര കർഷകർക്കും സാധാരണ മനുഷ്യർക്കും സഖാക്കൾക്കും വെറുപ്പാണ്. ഈ കുടുംബാധിപത്യവും ഈ മരുമോനിസവും ഇവിടെ ചർച്ചയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 3 ദിവസം വന്നിട്ട് അയാൾ എന്ത് ചെയ്യാനാ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ കെ മുരളീധരൻ ഏറ്റവും ഒടുവിൽ പറയുന്നത് ശ്രീ പി വി അൻവറിന് കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നാണ് പറയുന്നത്. കടുത്ത ഭാഷ കെ മുരളീധരനോ കെ സുധാകരനോ KPC അധ്യക്ഷനോ മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും പറയുന്നില്ല. പക്ഷേ VD സതീശൻ പോലും അങ്ങനെ ഒരു കടുത്ത ഭാഷ പി വി അൻവറിനെതിരെ പ്രയോഗിച്ചില്ല. വാതിലടഞ്ഞു എന്ന് പറഞ്ഞത് VD സതീശൻ മാത്രമാണ്. പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താണെന്നാണ് ധാരണ? UDF-ലേക്ക് പൂർണ്ണമായി അടച്ചു, അൻവർ അടച്ചോ? എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നവരാരുമല്ലല്ലോ. പലരും പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടും എന്നോട് സ്നേഹത്തിൻ്റെ പേരില്ല. അത് ഇപ്പം KM-നോടടക്കം ഈ പറഞ്ഞ സുധാകരേട്ടനോടടക്കം എന്താ പറയുക, എന്നെ UDF-ൽ എത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച കുഞ്ഞാടി സാഹിബും തങ്ങളോടും എന്താ പറയുക ലീഗിൻ്റെ ലീഡർഷിപ്പിനോടൊക്കെ എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്താണ്. ഇവരൊക്കെ ഇപ്പോൾ അവിടെ കൂടിയതാണല്ലോ നിലമ്പൂരിലെ ജനം. UDF-ഉം ഈ പറയുന്ന LDF-ഉം BJP-യും ഈ പറയുന്ന മറ്റുള്ള രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ ജനം. അവരാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. പിന്നെ പടച്ച തമ്പുരാനും. ഞാൻ ആ വിധിക്ക് വിധേയമാകും. UDF-ലേക്ക് ഇല്ല എന്ന് പി വി അൻവർ തീരുമാനിക്കും? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന വ്യക്തി പിണറായിസത്തോട് സമരസപ്പെടുന്നവരാവരുത്. ഞാൻ എന്തുകൊണ്ടാണ് ഷൗക്കത്തിനെ എതിർത്തത്? ഷൗക്കത്തിന് നിരവധിയായ എതിർപ്പുകളുണ്ട്. ഞാൻ കൂടെ നിന്നിട്ട് മത്സരിച്ചാൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ബോധ്യം കൊണ്ടാണ്. കോൺഗ്രസിലെ പ്രബലമായ വിഭാഗം അദ്ദേഹത്തിനെതിരാണ്. മുസ്ലിം ലീഗിലെ പ്രബലമായ വിഭാഗം തങ്ങൾമാർക്കെതിരെയും മറ്റു രീതിയിലുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ന് വരെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. സാമുദായികമായ പ്രശ്നങ്ങൾ, ഒരു സമുദായത്തെ അകത്ത് നിന്നുകൊണ്ട് ആ സമുദായത്തിനെതിരെ പറയുമ്പോൾ ആ സമുദായം വിട്ടുകൊടുക്കില്ല. നിലമ്പൂരിലെ പ്രശ്നങ്ങൾ. പക്ഷേ പി വി അൻവർ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത് ഈ പിണറായിസവും പോലീസിലെ RSS വൽക്കരണവും അതൊക്കെയാണ്. കുറച്ചുകൂടി വിശാലമായ കോസ് ആയിരുന്നു അത്. അതിൽ നിന്ന് പിന്നീട് ഇറങ്ങി വന്ന് പിണറായിസം സതീശനിസം എന്നൊക്കെ പറയുമ്പോൾ ആ കോസ് പലതായി ചിതറിപ്പോവുകയും എങ്ങും എത്താത്തൊരവസ്ഥ ഉണ്ടാവില്ലേ പി വി യഥാർത്ഥത്തിൽ? ഒരിക്കലും ഉണ്ടാവില്ല. അതുണ്ടാകും. ഞാനടക്കം ഷൗക്കത്തിൻ്റെ കൂടെ നിന്ന് UDF-ൻ്റെ ഭാഗമായി മത്സരിച്ചാൽ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ പിന്നെന്ത് പിണറായിസം? പിന്നെ എന്ത് ആൻറ്റി ഇൻകംബൻസിയാണ്? പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേറെ വിരോധമാണ് ഷൗക്കത്തിനോട്. ചില കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല. അവിടെ പിണറായിയും ഷൗക്കത്തും നിൽക്കുമ്പം നിലമ്പൂരിലെ വോട്ടർമാരിൽ ഞാൻ സൂചിപ്പിക്കപ്പെട്ട പ്രബലമായ വിഭാഗം അവർ ഷൗക്കത്തിന് എതിരെയാണ് വോട്ട് ചെയ്യുക. പക്ഷേ ശരിക്കും മനസ്സിലാക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് 23-ാം തീയതി മനസ്സിലാവൂ. അപ്പം ഞാൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി ഇതിനോടൊപ്പം നിന്നാൽ പിണറായി അവസാനിച്ചു. ഞാൻ പറയുന്ന പൊളിറ്റിക്സ് പോയി. ഈ കേരളത്തിൽ ആൻറ്റി ഇൻകംബൻസി ഇല്ല, ആൻറ്റി പിണറായിസം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മത്സരിക്കുന്നു. എനിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ആൻറ്റി പിണറായിസം. കാരണം ഒരു വാക്ക് പോലും ഇന്ന് വരെ പിണറായിസത്തിനെതിരെ ഉച്ചരിക്കാത്ത ആളാണ് ഷൗക്കത്ത്. ജനങ്ങൾക്കറിയാം. ഇതിനൊക്കെ അതിജീവിച്ച് ഷൗക്കത്ത് ജയിക്കുകയാണെന്നൊരു സിനോറിയോയിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പറ്റി ആലോചന ഉണ്ടായിട്ടുണ്ടോ? ആകാശം ഇടിഞ്ഞു വേണ്ടി വരും. അശ്മി, നിങ്ങൾ ഈ കാണുന്നതല്ല വസ്തുത. ഞാൻ പറഞ്ഞത് ഈ ആളുകൾ പുറത്ത് പറയില്ല. നിങ്ങൾ മൈക്ക് എഴുതി ചെന്നിട്ടുണ്ടെങ്കിൽ ഷൗക്കത്ത് ജയിക്കുന്നവർ പറയും. അവർക്കതേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു കാരണവശത്താലും ഷൗക്കത്ത് ഇവിടെ ജയിച്ച് കയറാൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് VD സതീശൻ ഒരു പ്രതികരണം നടത്തുകയും അത് ഈ പറയുന്ന മറ്റു ചില മുസ്ലിം സംഘടനകൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും അവർ പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിപ്പർക്കഷൻ എന്താകും എന്നാണ് അൻവറിൻ്റെ ഒരു ധാരണ? ഇത് നിലാഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണ്ഡലത്തിൽ ഇതൊന്നും ചർച്ചയല്ല. നിങ്ങൾ മണിക്കൂറുകളോളം രാത്രി നടത്തുന്ന ചർച്ചകൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ അതിന് ചെവി പോലും കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഏത് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങോട്ട് പിന്തുണ കൊടുത്തു ഇങ്ങോട്ട് പിന്തുണ കൊടുത്തു എന്നൊന്നും ചർച്ചയേ അല്ല. ജനങ്ങൾക്ക് ഒറ്റ വിഷയമുള്ളൂ. അതിന് മാത്രമാണ് ജനങ്ങളുടെ കണ്ണും കാതും. അതെന്താണ്? ഞങ്ങൾക്കിവിടെ നിലനിൽക്കണമെന്നാണ്. അത് ആൻറ്റി പിണറായിസമാണ്. കാസർഗോഡ് കുമ്പളയിൽ നിന്നൊരു വാർത്ത വരുന്നു. കെമിക്കൽ ബാരൽ കരക്കിടിഞ്ഞു. കുമ്പള കോയിപ്പാടി കടപ്പുറത്തറിഞ്ഞ ബാരൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്.
ബാരലിൽ നൈട്രിക് ആസിഡ് എന്ന സംശയമുണ്ട്. അരുൺ പാറക്കലുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എപ്പോഴാണ് ഈ വസ്തു അല്ലെങ്കിൽ ഈ ബാരൽ ശ്രദ്ധയിൽപ്പെടുന്നത്? ഇതിനകത്തെ വസ്തു നൈട്രിക് ആസിഡ് എന്ന് സംശയിക്കാൻ എന്താണ് സാഹചര്യം? ഗൂഗിൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ആ ബാരൽ. ഇപ്പോൾ ഒരു പറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കടപ്പുറത്ത് തന്നെയുള്ള കോയിപ്പാടി ബീച്ചിലെ സമീപത്തുള്ളൊരു പറമ്പിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് വേലിയേറ്റത്തിലാണ് ഈ അടുത്തുള്ള ഷിറിയ പുഴയിലേക്ക് ഈ ബാരൽ അടിച്ചു കയറിയതെന്നാണ് പറയുന്നത്. അതിനുശേഷം മത്സ്യത്തൊഴിലാളികളാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷമാണ് കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചത്. എന്തായാലും കോസ്റ്റൽ പോലീസ് സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ബാരലിന് പുറത്ത് HNO3 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അത് നൈട്രിക് ആസിഡ് ആണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കെമിക്കൽ അതിലുണ്ട്, അംശം അതിലുണ്ട്, ആ ബാരലിലുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ ബാരലിന് അടുത്തേക്ക് ആളുകളെയൊന്നും ഇപ്പോൾ കടത്തിവിടുന്നില്ല. നാളെ ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തണം. അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കിപ്പം ചേരുകയാണ്. ചേട്ടാ, ഇതെങ്ങനെയാണ്, എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? വൈകുന്നേരം 1 മണിക്കാണ് ഇങ്ങോട്ട് വില വീശാൻ വേണ്ടി പോയത്. ആ വീശുന്ന സമയത്ത് ഒരു കടലിൽ ഇങ്ങനെ കരയിൽ കണ്ടായിരുന്നു. കാണുമ്പോൾ അത് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ കടലിൽ നിന്ന് പുഴയിൽ വേലേറ്റത്തിന് പുഴയിൽ വന്നപ്പോൾ ഇവിടെ കയറ്റി ഇട്ടതാണ്. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്, പകുതിയുള്ളതാണ്, ഫുള്ളില്ല, ഹാഫാണ്. ഒരു ബാരൽ മാത്രമാണ് ഉണ്ടായത്? മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരി, അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനൊന്നും ഇങ്ങനത്തെ ഉപയോഗിക്കാറില്ല അല്ലേ, ആസിഡൊന്നും? ഇല്ല, അതിനൊന്നും ഇല്ല. എന്താണെന്ന് അറിയില്ല. പിന്നീടാണ് പോലീസിനെ വിളിച്ച്. ശരി അരുൺ, ഏതായാലും കാസർഗോഡാണ്, കുമ്പളക്കടുത്ത് കോയിപ്പാടി കടപ്പുറത്താണ് ഈ ബാരൽ അടിഞ്ഞിരിക്കുന്നത്. അതിൽ നൈട്രിക് ആസിഡ് എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നാളെയായിരിക്കും നടക്കുക. അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയ ബാരൽ അവർ കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.